ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആപ്റ്റ് ഫോർ യു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വാർത്താ വിനിമയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കേരള PSCയുടെ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ത്യയുടെ വാർത്താവിനിമയ മേഖല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1960. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുള്ള വിവരശേഖരണം ആരംഭിച്ച വർഷമാണെന്ത്? 1960. അടുത്ത ചോദ്യം: ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളെ പറയുന്ന പേരെന്ത്? ചോദ്യം: ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളുടെ പറയുന്ന പേരെന്ത്? ഉത്തരം: ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമി ഭ്രമണം ചെയ്യുന്ന അതേ സ്പീഡിൽ സഞ്ചരിക്കുന്നു. അടുത്ത് ഇതിൽ കാണുന്നത് ഭൂസ്ഥിര ഉപഗ്രഹത്തിൻ്റെ ചിത്രമാണ്. ഭൂസ്ഥിര ഉപഗ്രഹം ഭൂമി ഭ്രമണം ചെയ്യുന്ന അതേ വേഗതയിൽ സഞ്ചരിക്കുന്നു. അടുത്ത ചോദ്യം: ഭൂസ്ഥിര ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? ഭൂസ്ഥിര ഉപഗ്രഹത്തിൻ്റെ സഞ്ചാരപഥം ഓർബിറ്റ് ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? ഉത്തരം: 36,000 കിലോമീറ്റർ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അടുത്ത ചോദ്യം: ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണം ലഭ്യമാക്കുന്ന ഉപഗ്രഹം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമി ഭ്രമണം ചെയ്യുന്ന അതേ വേഗതയിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിൻ്റെ ആ ഉപഗ്രഹം നിൽക്കുന്നതിന് താഴെയുള്ള ആ പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണം ലഭ്യമാവാൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സഹായിക്കുന്നു. അടുത്ത ചോദ്യം: വാർത്താവിനിമയം, ദിനാന്തരീക്ഷ സ്ഥിതി ഇവയ്ക്കായി പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹം. ഉത്തരം: ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വാർത്താവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷന് വേണ്ടിയും ദിനാന്തരീക്ഷ സ്ഥിതി കാലാവസ്ഥ മനസ്സിലാക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഹായത്താലാണ്. ഓക്കെ. അടുത്ത ചോദ്യം: ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം. ഉത്തരം: ഇൻസാറ്റ്, ജിസാറ്റ്. ജിസാറ്റും ഇൻസാറ്റുമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം. ഇൻസാറ്റ് എന്നതിൻ്റെ എക്സ്പാൻഷനാണ്, ഫുൾ ഫോമാണ് എന്ത്? ഇന്ത്യൻ സാറ്റലൈറ്റ്. ഇൻസാറ്റ്, ഇന്ത്യൻ സാറ്റലൈറ്റ്. അടുത്തത് ജിസാറ്റ്, എക്സ്പാൻഷൻ അധിക ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ജിസാറ്റ് അല്ലെങ്കിൽ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് അഥവാ സിങ്ക്രോണസ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ അതേ വേഗത, അതാണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജിയോ സിങ്ക്രോണസ് സാറ്റലൈറ്റ് ആണെന്ത്? ജിസാറ്റ്. ഇൻസാറ്റ് പറഞ്ഞാൽ ഇന്ത്യൻ സാറ്റലൈറ്റ് ആണെന്ത്? ഇൻസാറ്റ്. ഉദാഹരണം ഉണ്ടോ? പഠിച്ചു വെക്കണം. PSC ചോദിച്ച് കണ്ടിട്ടുള്ളതാണെന്ത്? ഉദാഹരണം ചോദിക്കും. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം. ഉത്തരം ഇൻസാറ്റ് അല്ലെങ്കിൽ ജിസാറ്റ്. അടുത്ത ചോദ്യം: ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹം ഏത്? ചോദ്യം ശ്രദ്ധിക്കുക. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വയ്ക്കുന്ന ഉപഗ്രഹങ്ങളാണെന്ത്? ഉത്തരം: സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. എന്താണ്? സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അതെന്തായിരുന്നു? അത് ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണെന്ത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇതെന്താ ചെയ്യുന്നത്? ധ്രുവങ്ങൾക്ക് മുകളിലൂടെയാണെന്ത്? ഭൂമിയെ വലം വയ്ക്കുന്നത്. ഇത്തരം ഉപഗ്രഹങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇവയെല്ലാം കൃത്രിമ ഉപഗ്രഹങ്ങളാണ്. ഓക്കെ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഈ സൗരസ്ഥിര ഉപഗ്രഹത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് ധ്രുവങ്ങൾക്ക് മുകളിലൂടെയാണെന്ത്? ഈ കൃത്രിമ ഉപഗ്രഹം ഭൂമിയെ വലം വയ്ക്കുന്നത്. ഓക്കെ. നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ എന്തായിരുന്നു? ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃത്രിമ ഉപഗ്രഹം എന്തായിരുന്നു? അതായിരുന്നു ഭൂസ്ഥിര ഉപഗ്രഹം. എന്നാൽ ഇവിടെ
ഭൂമിയുടെ പോളിന് മുകളിലൂടെ, ധ്രുവങ്ങൾക്ക് മുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയെ വലം വയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. നേരത്തെ ഇത് ഭൂമി വലം വയ്ക്കുകയാണ്, നേരത്തെ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഒപ്പം അതേ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്താണ് ഭൂസ്ഥിര ഉപഗ്രഹം. എന്നാൽ ഇവിടെ അതേ വേഗതയിൽ സഞ്ചരിക്കുകയല്ല, ഇവിടെ എങ്ങനെയാണ് ഭൂമിയെ ധ്രുവങ്ങൾക്ക് മുകളിലൂടെ വലം വയ്ക്കുന്ന ഉപഗ്രഹമാണെന്ത്, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? ചോദ്യം ശ്രദ്ധിക്കുക. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? ഉത്തരം ശ്രദ്ധിക്കുക. 900 കിലോമീറ്റർ. എത്ര കിലോമീറ്ററാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ? അത് ഭൂമിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, അത് ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണെങ്കിൽ ഇവിടെ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. അതിൻ്റെ സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങൾ. ഉത്തരം സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇതെന്താണ് ചെയ്യുന്നത്? കൃത്യമായ ഇടവേളകളിലാണ് ഒരു പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങൾ. അതിങ്ങനെ ഭൂമിയെ അതിൻ്റെ പോളിൻ്റെ മുകളിലൂടെ വലം വയ്ക്കുമ്പോൾ വ്യത്യസ്തമായ സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, അത് ആ പ്രദേശത്തിൻ്റെ കൃത്യമായ ആവർത്തിച്ചുള്ള വിവരശേഖരണം എടുക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് പറയും, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഒരേ പ്രദേശത്തിൻ്റെ വിവരശേഖരണമാണ് സാധ്യമാക്കുന്നത് അല്ലേ. അത് നമുക്ക് വാർത്താവിനിമയത്തിനു വേണ്ടിയിട്ടും അതുപോലെ ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റി. എന്നാൽ ഇവിടെ കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങൾ ആണെന്ത്, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ച് വിവരം നൽകുന്ന ഉപഗ്രഹങ്ങൾ ഏത്? ചോദ്യം ശ്രദ്ധിക്കുക. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ച് വിവരം നൽകുന്ന ഉപഗ്രഹങ്ങൾ. ഉത്തരം സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ മനസ്സിലാക്കാനും ഭൂവിനിയോഗം മനസ്സിലാക്കാനും ഭൂഗർഭജലം കണ്ടെത്താനൊക്കെ ഉപയോഗിക്കുന്ന വിവരം നൽകുന്ന ഉപഗ്രഹങ്ങളാണെന്ന് അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇത് പറഞ്ഞതൊക്കെ കേട്ടോ. ഉത്തരം ശ്രദ്ധിക്കുക. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. എന്നാൽ നേരത്തെ പഠിച്ച ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? എന്തിനായിരുന്നു? അതെ, വാർത്താവിനിമയം, ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ച് വിവരം നൽകാനാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം എന്ത്? ചോദ്യം ശ്രദ്ധിക്കുക. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം എന്ത്? ഉത്തരം IRS, ലാൻഡ്സാറ്റ്. 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, 2 ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? IRSഉം ലാൻഡ്സാറ്റും. ചോദ്യം ശ്രദ്ധിക്കുക. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം. ഉത്തരം IRSഉം ലാൻഡ്സാറ്റും. IRS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. അതിൻ്റെ എക്സ്പാൻഷനാണെന്ത്, ഫുൾ ഫോമാണെന്ത്? IRSൻ്റെ ഇന്ത്യൻ R റിമോട്ട്, S സെൻസിങ്, ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. അതുപോലെ ലാൻഡ്സാറ്റ്. എന്താണ് ലാൻഡ്സാറ്റ് എന്ന് പറഞ്ഞാൽ? ലാൻഡ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. IRS പറഞ്ഞാൽ എന്തായിരുന്നു? ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. ലാൻഡ്സാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്. രണ്ടും എന്തിനു ഉദാഹരണമാണ്? സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണെന്ത്? IRSഉം ലാൻഡ്സാറ്റും. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഉത്തരം? IRSഉം ലാൻഡ്സാറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ച വർഷം. ഓക്കെ, ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ച വർഷം അഥവാ ഇന്ത്യയിൽ റിമോട്ട് സെൻസിങ് തുടക്കം കുറിച്ച വർഷമാണെന്ത്? 1970 ഇന്ത്യയിൽ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടക്കം കുറിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വിദൂര സംവേദന സാറ്റലൈറ്റ് ഏത്? ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന സാറ്റലൈറ്റ്. ഉത്തരം ശ്രദ്ധിക്കുക. IRS-1A വിക്ഷേപിച്ചതാണ് കേട്ടോ. വർഷമാണെന്ത്? 1988 IRS-1A എന്ന് പറയുന്നൊരു ഉപഗ്രഹം ഇന്ത്യ വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ വിദൂര സംവേദനത്തിന് ആരംഭം കുറിക്കുന്ന വർഷമാണെന്ത്? 1970-കളിൽ
അല്ലേ? എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ ഉപഗ്രഹം വിദൂര സംവേദനത്തിന് വേണ്ടി ഒരു ഉപഗ്രഹം സാറ്റലൈറ്റ് വിക്ഷേപിച്ചതെന്നാണ് 1988 ഏതാണ് ഒന്നാമത്തത്? IRS-1A കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വിദൂര സംവേദനം എന്ന് കാണുകയാണെങ്കിലാണെന്ന് IRS ഉണ്ടാവും. അപ്പം എന്താണ് IRS? വിദൂര സംവേദനത്തിൽ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റാണ് IRS. എന്താണ് IRS എന്ന ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സീരീസാണ് 1A. ഒന്നാമത്തെ 1A ആണ് സീരീസ്. IRS ഒന്നാമത്തെ A. IRS-1A ആണെന്ന് ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന സാറ്റലൈറ്റ്. എന്താണ് IRS-1A? വർഷം പഠിച്ചു വെക്കുക, 1988. ഇന്ത്യയിൽ വിദൂര സംവേദന ആരംഭം കുറിക്കുന്നത് 1970-കളിലാണ്. എന്നാൽ ആദ്യത്തെ സാറ്റലൈറ്റാണ് IRS-1A. അത് വിക്ഷേപിച്ചതെന്നാണ് 1988. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, പര്യവേക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ വിവരശേഖരണം എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഉപഗ്രഹം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പര്യവേക്ഷണം, ഭൂഗർഭജലം, ഭൂവിനിയോഗം എന്നിവയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, എവിടെയൊക്കെ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണെന്ത്? IRS ഉപഗ്രഹങ്ങൾ അഥവാ ഇന്ത്യൻ റിമോട്ട് സെൻസിങ് വിദൂര സംവേദന ഉപഗ്രഹങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. IRS ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന വിക്ഷേപണ വാഹനം ഏത്? ശ്രദ്ധിക്കുക, IRS ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന വിക്ഷേപണ വാഹനം. ഓക്കെ, അപ്പോൾ ഈ ഉപഗ്രഹങ്ങളെ, വിദൂര സംവേദന ഉപഗ്രഹങ്ങളെ അതിൻ്റെ ഓർബിറ്റിലെത്തിക്കണം, അല്ലേ? അതിൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളുണ്ട്. നമ്മൾ കേട്ടിരിക്കും PSLV, GSLV എന്നൊക്കെ. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന IRS ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന വിക്ഷേപണ വാഹനമാണെന്ത്? PSLV അഥവാ പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. എന്താണ്? പോളാർ എക്സ്പാൻഷൻ ആണെന്ത്? പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ആണ്, അല്ലേ? സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണ്. P പറഞ്ഞാൽ പോളാർ ധ്രുവങ്ങളാണ്, അല്ലേ? സൗരസ്ഥിര ഉപഗ്രഹങ്ങളാണെന്ത്? പോളാർ സാറ്റലൈറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് IRSും ലാൻഡ് സാറ്റും. ഇത് വിദൂര സംവേദനത്തിനാണ് ഉപയോഗിക്കുന്നത്. ആ വിദൂര സംവേദനത്തിന് ഉപയോഗിക്കുന്ന IRS ഉപഗ്രഹങ്ങളെ അതിൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കുന്ന വാഹനമാണെന്ത്? വിക്ഷേപണ വാഹനമാണെന്ത്? PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചോദ്യം ശ്രദ്ധിക്കുക, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഒരു കേന്ദ്രം ഉണ്ട്, അതെവിടെയാണ്? ഹൈദരാബാദാണ് എന്ത്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയാണ് എന്ത് നമ്മൾ ഇന്ന് നോക്കുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.